തന്ത്രശാസ്ത്രത്തെ അദ്വൈത ദർശനത്തിലൂടെ പരമമായ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഋഷിമാര് തപസ് ചെയ്ത് നമുക്ക് തന്ന ഈ അറിവിനെ അവരുടെ ജ്ഞാനക്കണ്ണിലൂടെ ദൃഷ്ടാരോ ഋഷി അറിവിൻ്റെ അനുഭവത്തിൻ്റെ തലങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്ന ഈ ഡിവൈൻ എലിക്സറിനെ വാക്കുകളുടെ രൂപത്തിലേക്ക് മാറ്റി അറിവുകളായി നമുക്ക് തന്നപ്പം, അല്ലെങ്കിൽ അനുഭവങ്ങളെ ഗുരുപരമ്പരകളിലൂടെ നമ്മളിലേക്ക് തന്നപ്പം, അതിനുള്ളിലെ ചില കാര്യങ്ങളെ, പ്രത്യേകിച്ച് പഞ്ചമകാരങ്ങളെയൊക്കെ, മദ്യം, മത്സ്യം, മാംസം, മൈഥുനം തുടങ്ങിയിട്ടുള്ള പഞ്ചമകാരങ്ങളെ 5M അതിൽ നിന്ന് ഓരോന്നിനെ ചൂണ്ടിയെടുത്തിട്ട് ഇങ്ങനെ ഇതുമായിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മാറ്റുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, അതെന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ വലിയ വലിയ ഡ്രഗുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. പല ഡ്രഗ്സുകളും നമ്മളിന്ന് മോഡേൺ ഇതിൽ മയക്കുമരുന്ന് എന്നറിയപ്പെടുന്ന പല ഡ്രഗുകളും പല അസുഖങ്ങളെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഡോക്ടറിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ വേണമെന്ന് പറയുന്നത്. പല മരുന്നുകളും നമുക്ക് കിട്ടണമെങ്കിൽ അതറിയാവുന്ന ഒരു ഡോക്ടർ അയാളുടെ രോഗത്തെ മനസ്സിലാക്കി കൃത്യമായിട്ട് കൊടുക്കുമ്പോഴാണ് അത് മരുന്നാവുന്നതും. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ അത് ഉപേക്ഷിക്കാൻ അവർ പറയുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് തന്ത്രശാസ്ത്രത്തിലെ വീരസാധനയിലും അല്ലെങ്കിൽ കൗളാചാരത്തിൻ്റെ ഭാഗമായിട്ട് അനുഷ്ഠിക്കുന്ന പലരും ഈ സാധാരണ ലെവലിലൊന്നുമല്ല. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം, കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ വിശദമായിട്ട് ചർച്ച ചെയ്യാം. അപ്പം ആ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു ഗുരുവിൻ്റെ നിർദ്ദേശത്തോട് കൂടിയിട്ട് വേണം ഇതൊക്കെ പഠിക്കാനും അല്ലെങ്കിൽ അറിയാനും ഒക്കെ. നമ്മളിതൊക്കെ എത്ര പറഞ്ഞാലും കൺവിൻസ്ഡ് ആവാത്തതിൻ്റെ കാരണം വാസ്തവത്തിൽ വാസനകളുടെ ആധിക്യവും അതുപോലെ തന്നെ ആധ്യാത്മികതയിലുള്ളൊരു താല്പര്യവും കൂടെ നിൽക്കുമ്പം പല തരത്തിലുള്ള ട്രോമ ഉള്ളിൽ കിടക്കുകയും അതുപോലെ തന്നെ വാസന ഉള്ളിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയും ചെയ്യുമ്പം നമ്മളുടെ വാസനയെ സാധൂകരിക്കാൻ വേണ്ടി എന്ത് കിട്ടും എന്ന് അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യൻ്റെ മനസ്സിന് ഈ മാതിരി സാധനങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് സ്പിരിച്വാലിറ്റിയുടെ പേരിൽ ഒരു എൻ്റർടൈൻമെൻറ്റ്, വാസ്തവത്തിൽ മദ്യവും മൈഥുനവും മാംസവും എന്നൊക്കെ പറയുന്ന ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അതിന് ഒരുപാട് സ്ഥൂല തത്വമുണ്ട്, സ്ഥൂലമായിട്ടുള്ളൊരു അറിവുണ്ട്, അതിന് സൂക്ഷ്മമായിട്ട് അതിന് വേറൊരു അറിവുണ്ട്, അതുപോലെ തന്നെ ഇതിനെ എത്തിക്കുന്നൊരു കാരണമായിട്ടുള്ളൊരു അറിവുമുണ്ട്. മനസ്സിലാവുന്നുണ്ട്? എല്ലാ ശാസ്ത്രത്തിനും ഒരു ചര്യാപാദവും ഉണ്ട്, അതിൻ്റെ ഒരു യോഗപാദമുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് തന്ത്രശാസ്ത്രത്തിൽ ഇതിനൊരു ചര്യാപാദമുണ്ട്, അതാണ് സ്ഥൂലമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഒരു റിച്വലിസ്റ്റിക് പാദമുണ്ട്, കുറച്ചുകൂടെ ഉയർന്നൊരു തലമുണ്ട്. അതുപോലെ തന്നെ അതിനൊരു യോഗപാദമുണ്ട്, അതിനൊരു ജ്ഞാനപാദമുണ്ട്. അപ്പം സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള അനവധി വിഷയങ്ങൾ, അതായത് ഗ്രോസും സറ്റിലുമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് ഈ മൈഥുനം, മാംസം, മദ്യം, മത്സ്യം എന്നൊക്കെ പറയുന്ന പഞ്ചമകാരങ്ങളിൽ കിടപ്പുണ്ട്. അതൊക്കെ കണ്ടെത്താൻ പഠിക്കണമെങ്കിൽ തന്നെ അത്രയും എഫേർട്ട് ഇടണം, അത്രയും അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യണം. ഈ സാധാരണ മദ്യവും മൈഥുനവും മാംസവും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മുഖം മൂടി ഇടാൻ വേണ്ടി, ഒരു മാസ്ക് ഇടാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഈ ശാസ്ത്രത്തെ വളച്ചൊടിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പ്രത്യേകിച്ച് നമ്മളിന്ന് കേരളത്തിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ലോകത്തിൽ എവിടെയാണെങ്കിലും മിക്ക രാജ്യങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ മദ്യത്തിന് ഒരു പഞ്ഞില്ല. മുക്കിന് ബാറുകളും ബിവറേജസും ഉണ്ട്. അപ്പം അതിൻ്റെ ആവശ്യമില്ല. പിന്നെ മാംസം കഴിക്കുമ്പം അതിനു വേണ്ടി പ്രത്യേകിച്ച് ഇനിയൊരു ആരാധനയുടെ ആവശ്യമുണ്ട്. നിങ്ങൾ കോഴി കഴിക്കണോ, ആട്, എന്താ കഴിക്കണ്ടേ, അതെല്ലാം അവൈലബിളാണ്. എന്ത് വേണമെങ്കിലും അവൈലബിളാണ്. ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ അത് കിട്ടും. പിന്നെ ഈ ചില ആൾക്കാർ പറയാറുണ്ട്, ഈ ദേവി ആരാധനയ്ക്കൊക്കെ വരുന്ന സമയത്ത് ചില ഏരിയകളിൽ ഗുരുതിയൊക്കെ നടക്കും. ചില ശാക്തേയ കാവുകളിലൊക്കെ ഗുരുതി പോലുള്ള ക്രിയകൾ നടക്കും. അതിനെ സാങ്കല്പിക അടിസ്ഥാനത്തിലല്ല ചെയ്യുന്നത്. ചിലയിടത്ത് കോഴിയൊക്കെ തന്നെ ഉണ്ട്. അപ്പം ചിലർ പറയും ബാർബേറിയന്മാരുടെയോ അല്ലെങ്കിൽ പഴയ ദ്രാവിഡാചാരങ്ങളാണ് ഇതൊക്കെ. അതിപ്രാചീനമായിട്ടുള്ള ബാർബേറിയൻ സ്റ്റൈലാണ് ഈ കൊല്ലലും പിടിക്കലും. ആരാധനയിൽ പോലും എന്ത് ക്രൂരതയാണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്നൊക്കെ ആൾക്കാരിന്ന് പറയുന്നേക്കാം. ആഘോഷങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? 1-2 കമ്മ്യൂണിറ്റികളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷം വരുന്ന പണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ലോ ക്ലാസ് ആയാലും മിഡിൽ ക്ലാസ് ആയാലും അപ്പർ ക്ലാസ് ആയാലും അവരുടെ ഫങ്ഷന് പോയിട്ടുണ്ടോ നിങ്ങൾ? ഈ ഏത് ക്ലാസ് ആയാലും
ഒരു കാര്യം ഉറപ്പാണ്, തീന്മേശയിൽ നോൺ വെജ് ഉണ്ടാവും. ക്ലാസ് കൂടുന്നതിനനുസരിച്ച് പല തരത്തിലുള്ള ആൾക്കാർ ഉണ്ടാവും. ഇവരൊക്കെ ബാർബേറിയന്മാരായിട്ടാണോ? ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പല ആൾക്കാരും നടത്തുന്ന ഫങ്ഷനുകളിൽ 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലുകളിലെ മെനൂസൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിലുള്ള പല ഡിഷസും ബാർബേറിയനായിട്ടാണോ? അല്ലെങ്കിൽ പഴയ ദ്രാവിഡാചാരത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ? ആഘോഷവേളയെ സന്തോഷമാക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്തും പല ആൾക്കാരും ഉപയോഗിക്കുന്നത് മദ്യവും മാംസവും ഒക്കെയാണ്. പിന്നെ ഈ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സ്റ്റാർ ഹോട്ടലുകളിൽ പലതും ബുക്ക്ഡ് ആവുന്നതും എൻ്റർടൈൻമെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളതും പഠിക്കാനും ഒബ്സർവ് ചെയ്യാനും വിട്ടുതരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ തന്ത്രശാസ്ത്രം പോലൊരു ശാസ്ത്രത്തെ അതിൻ്റെ ഈ പറഞ്ഞ ലെവലിലേക്ക് ആണോ ഋഷിമാർ ചിന്തിച്ചത്? അവിടാണ് ഇതുണ്ടാക്കിയവരുടെ കണ്ണിലൂടെയാണ് നമ്മളിതിനെ കാണേണ്ടത്, സാധാരണക്കാരൻ്റെ കണ്ണിലൂടെയല്ല. ഋഷിമാരെന്തായിരുന്നു ഈ ശാസ്ത്രം ഇംപ്ലിമെൻ്റ് ചെയ്തപ്പം? ഒരുപാട് ഋഷിമാരുടെ, അനേകായിരം ഋഷിമാരുടെ കോൺട്രിബ്യൂഷൻ ആൻഡ് ആകത്തുകയാണ് വേദവും തന്ത്രശാസ്ത്രവും.